ുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് സംസ്ഥാനത്ത് APL BPL വ്യത്യാസമില്ലാതെ വിതരണം ചെയ്യുന്ന സൗജന്യ ഭക്ഷ്യകിറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയാണ്. അതായത് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന സൗജന്യ ഭക്ഷ്യകിറ്റിൽ മിൽമ നെയ്യും പാൽപ്പൊടിയും കൂടി ഉൾപ്പെടുത്തണമെന്നാണ് മിൽമ സംസ്ഥാന സർക്കാരിന് നൽകിയ ശുപാർശയിൽ പറഞ്ഞിരിക്കുന്നത്. 100 ഗ്രാം നെയ്യും 200 ഗ്രാം പാൽപ്പൊടിയും വീതം നൽകുന്നതിന് അധികമായി സംഭരിക്കുന്ന പാൽ ഉപയോഗപ്പെടുത്താമെന്നാണ് മിൽമയുടെ ശുപാർശയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലബാർ മേഖലാ യൂണിയനിൽ ശരാശരി ഒരു ദിവസം 1.25 ലക്ഷത്തിലധികം മിൽമ പാൽ അധികമായി സംഭരിക്കുന്നുണ്ട്. എറണാകുളം മേഖലയിൽ ഇപ്പോൾ വിതരണത്തിനാവശ്യമായ മുഴുവൻ പാലും അവിടെ തന്നെ സംഭരിക്കുന്നു. എന്നാൽ തിരുവനന്തപുരത്തെ സംഭരണത്തിന്റെ കുറവ് മലബാർ മേഖലയിൽ നിന്നുമാണ് ഇപ്പോൾ നികത്തുന്നത്. എങ്കിലും അധികമായി സംഭരിക്കുന്ന മുഴുവൻ പാലും വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കൂടി ലക്ഷ്യം വെച്ചാണ് റേഷൻ കടകളിലൂടെ സൗജന്യ കിറ്റിൽ 100 ഗ്രാം നെയ്യും 200 ഗ്രാം പാൽപ്പൊടിയും വിതരണം ചെയ്യണമെന്ന് ഉൾപ്പെടുത്തണമെന്ന ശുപാർശ സർക്കാരിലേക്ക് മിൽമ സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ സൗജന്യ ഭക്ഷ്യകിറ്റിൽ പാലുൽപ്പന്നങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല. മിൽമ ഉൽപ്പന്നങ്ങൾ കൂടി അടങ്ങുന്നതോടെ കിറ്റ് സമഗ്രമാകുമെന്നും ചെയർമാൻ ബാലൻ മാസ്റ്റർ അറിയിച്ചു. ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ശുപാർശ സർക്കാർ പരിഗണിച്ച് അംഗീകരിക്കുകയാണ് എങ്കിൽ ഭാവിയിൽ നമുക്ക് ലഭിക്കുന്ന സൗജന്യ ഭക്ഷ്യകിറ്റിൽ മിൽമയുടെ ഉൽപ്പന്നങ്ങളായ പാൽപ്പൊടിയും നെയ്യും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സർക്കാർ കനിയുമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തുനിന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത് സൗജന്യ ഭക്ഷ്യകിറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സൗജന്യ ഭക്ഷ്യകിറ്റിൽ ഈ കാര്യം ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.